ഓബയോസിയിലെ സാമ്പത്തിക ക്രമക്കേടിൽ പുതിയ വീഡിയോ പുറത്തുവിട്ട നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം പണം മോഷ്ടിച്ചതായി ജീവനക്കാർ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. 40,000 രൂപ വരെ മോഷ്ടിച്ചതായി ജീവനക്കാരിൽ ഒരാൾ സമ്മതിക്കുന്നു. We want their bank account and details before they go. Bank statement review ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇതിലേക്ക് എത്തണം. നമുക്ക് ഒരു സാധാരണ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ഇത് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് ശരി. ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ അല്ല, ഇത് വേസ്റ്റ് ആണ്. ഇവർ ഒരാൾ പോലും സത്യം പറയുന്നില്ല. ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാമല്ലോ, കൂട്ടുകാണോ? We should be calling the police. ആധാർ കാർഡ് ഉണ്ടോ കയ്യിൽ? ഇതൊക്കെ എവിടെ കൊണ്ട് ആള് പുറത്തിറങ്ങി നടന്ന ആധാർ കാർഡും ID കൈ വെക്കത്തില്ലേ? ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ? ഇവന്മാരാ? പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം? അയ്യോ, അധികം പാവം കരുതില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടും. തെറ്റ് നീ പാളി. ഇതൊന്ന് ഹോൾഡ് ചെയ്യണം. ആക്ച്വലി ഇല്ലമ്മോ ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. ആധാറിന്റെ ആധാർ ഫോട്ടോ എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ല. ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞത് ഇവര് പറയുന്ന സ്കാനർ വർക്ക് ആവുന്നില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്യാഷ് ആണ് അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. അതാരായിരിക്കും? ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് കണ്ണടച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാതൊന്നും അറിയില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഇത് എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്തത്? എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം ഉടനെ അടുപ്പിച്ചടുപ്പിച്ചാന്ന്. സത്യം പറയാം, കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെല്ലുമ്പോഴത്തേക്കും ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്? അതെനിക്ക് കിട്ടില്ല. അല്ല, ഇവര് മെയിൻ ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. CCTV ഇല്ല അവിടെ. ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ ഫ്രണ്ട് പറഞ്ഞു പോയപ്പോ അതാ ഞാൻ പറഞ്ഞത്. ഹൻസിന്റെ ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചാൽ അവിടെ മാറുന്നു. അടുത്ത സ്റ്റോറി ഞാൻ ഇടും. എന്തിനാണെന്നറിയാമോ? ക്യാഷ് കൊടുത്ത എല്ലാവരോടും. കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ, കറക്റ്റ് കൃത്യം എമൗണ്ട് ആയാലും എങ്ങനെയല്ല. ബിക്കോസ് ഞാൻ അവസാനം വരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കാതെ എനിക്ക് സത്യം അറിയണം. കാരണം അവർ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര വർഷമാണ്? ബാക്കി 2 പോട്ട് അല്ല. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് ഷെയർ ഇട്ടാലേ എല്ലാവരും 3 പേര് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ എന്തായാലും 40,000 രൂപ പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ കണക്കുകളാണ്. കാര്യം ഇതിലെ 2,000 രൂപ തിന്നു എന്ന് പറഞ്ഞവരാണ്. അവരുടെ 7 ലക്ഷത്തിന്റെ കണക്ക് വന്നത്. ക്യാഷ് പേയ്മെന്റ് കിട്ടും. കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞ് ഇവർ ഇൻസിസ്റ്റ് ചെയ്ത് ക്യാഷ് തന്നെ തരണം എന്നുള്ളത്. അതെന്റെ ചാറ്റ് വഴി ആര് ചോദിച്ചാലും ഞാൻ കാണിച്ചു. ഞാൻ ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞേ അല്ല പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പോവാൻ ആഗ്രഹമുണ്ടോ വൈകുന്നോളോ നോക്കിയിട്ടല്ലോ. ഇപ്പൊ റേപ്പ് ചെയ്ത ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ താല്പര്യം പോകാൻ? ഓരോരുത്തരും
ജോലിക്ക് അപ്പോയിന്റ് ചെയ്തത്. കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പോലെ ഒരു വേറെ കാരണം ആൾക്കാർ ഓസി പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത്. കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. കമലേഷ്, നേരത്തെ തന്നെ ജി കൃഷ്ണകുമാറിന്റെ കുടുംബം ഈ ജീവനക്കാരികൾക്കെതിരെ പരാതി പറഞ്ഞതാണ്. അവർ തട്ടിപ്പ് നടത്തി എന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകൾ അവരുടെ കൈവശമുണ്ട്, ജി കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞതാണ്. അതിൽ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തേക്ക് വിടുമ്പോൾ ആ കുടുംബം ഒന്നാകെ ആ 3 പെൺകുട്ടികളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? വിനിഷ, തീർച്ചയായും ഈ വിഷയത്തിൽ വളരെ നേരത്തെ തന്നെ കൃഷ്ണകുമാർ ഇത്തരത്തിലൊരു പരാതി ACPക്ക് നൽകിയിരുന്നു. ആ പരാതി പിന്നീട് മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൈമാറുകയും അങ്ങനെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെയും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ ജീവനക്കാരായിട്ടുള്ള 3 പെൺകുട്ടികളും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതി വ്യാജം എന്ന് നേരത്തെ തന്നെ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. അതായത് ഈ ഇത്തരമൊരു പരാതി പെൺകുട്ടികൾക്കെതിരെ വന്നതിന്റെ പിന്നാലെയാണ് ഈ ഒരു പരാതി വന്നത് എന്നത് തെളിയിക്കുന്നത്. അതായത് ഇവർ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നിവർ സമ്മതിക്കുന്നതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ ഈ ജീവനക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ ഒരാൾ ഈ 40,000 രൂപ വരെ താൻ എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന ചില ദൃശ്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ ഈ ലഭിക്കുന്ന പൈസ ഇവർ പങ്കിട്ടെടുക്കുന്നു എന്നത് ഉൾപ്പെടെ ഇവർ ഈ ജീവനക്കാരായിട്ടുള്ള 3 പെൺകുട്ടികൾ ഈ ദൃശ്യങ്ങളിൽ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ, അതായത് മെയ് മാസം തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇത് കേസായി മുന്നോട്ട് പോകാൻ ഇവർക്ക് താല്പര്യമില്ല എന്നതടക്കം ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ എടുത്തിട്ടുണ്ട് എന്നത് നിങ്ങൾ സമ്മതിച്ചാൽ മതി, ആ ക്യാഷ് തിരിച്ചു തന്നാൽ മതി, മറ്റ് കേസിന്റെയും മറ്റ് നിയമപരമായ വഴികളിലൂടെ പോകാൻ താല്പര്യമില്ല, അതിനുള്ള സമയവും തങ്ങൾക്കില്ല എന്ന് ഈ പെൺകുട്ടികളോട് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇത് കേസ് നൽകുകയായിരുന്നു. അതിനുശേഷം ഒരു കൗണ്ടർ കേസ് എന്നുള്ള നിലയിലായിരിക്കണം ഈ പെൺകുട്ടികളും ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും കേസെടുത്തിട്ടുണ്ട് മ്യൂസിയം പോലീസ്. അതിൽ ഈ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലും അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ഈ 2 കൂട്ടർക്കെതിരെയുള്ള കേസുകളിലും വളരെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കാണ്, അതായത് വിശദമായി തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് മ്യൂസിയം പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഈ കൃഷ്ണകുമാർ പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പെൺകുട്ടികൾ കുറ്റം സമ്മതിക്കുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ വളരെ കൃത്യമായി തന്നെ, അതായത് എത്ര തുക എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പെൺകുട്ടികൾ 40,000 രൂപ വരെ താൻ ചില സമയത്ത് എടുത്തിട്ടുണ്ട്, അത് പങ്കിട്ടെടുക്കുകയായിരുന്നു. അതിപ്പോൾ ഒരു 1,500 രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ അത് 3 പേരും ചേർന്ന് പങ്കിട്ടെടുക്കുന്നു, 500 രൂപ വീതം പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയാണ് എന്ന് ഈ പെൺകുട്ടികൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഈ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവരുടെ പേഴ്സണൽ QR കോഡ് നൽകി ഈ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്ന ആളുകളോട് പണം എടുത്തിട്ട് വരാൻ, അത് ക്യാഷ് ആയി തന്നെ വേണം എന്ന് പറഞ്ഞ് അവരെ, അതായത് ഈ ദിയയുടെ ചില സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ ഈ ഷോപ്പിലെത്തിയ സമയത്ത് അവരോട് ക്യാഷ് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞ് അവർ പുറത്തുപോയി ക്യാഷ് എടുത്ത് വരുന്നത് വരെയും ഇവരവിടെ കാത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീടാണ് ഇത് കണ്ടെത്തുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടികളെ വിളിച്ച് ഈ ക്യാഷ് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇത് എത്രത്തോളം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും, അതായത് കൃഷ്ണകുമാറിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇരുന്നു കൊണ്ട് ഈ 3 പെൺകുട്ടികളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഈ പെൺകുട്ടികൾ ഈ പണം എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന, അല്ലെങ്കിൽ എത്ര തുക എടുത്തിട്ടുണ്ട് എന്നതടക്കം ഇവർ തന്നെ, പെൺകുട്ടികൾ തന്നെ സമ്മതിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് കൃഷ്ണകുമാർ നൽകിയ പരാതിയെ സാധൂകരിക്കുന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനിഷ, ഏതായാലും BJPയും നടനുമായ ജി കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ പുറത്തുവിട്ട ആ പരാതിയിൽ
ജി കൃഷ്ണകുമാറിനെതിരെയും മകൾ ദിയ കൃഷ്ണക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇവർക്കെതിരെ, ഈ ജീവനക്കാരികൾക്കെതിരെ, മുൻ ജീവനക്കാരികൾക്കെതിരെ ജി കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും പരാതി നൽകിയിരുന്നു. ആ പരാതിയിലും പോലീസ് കേസ് നിലവിലുണ്ട്. നേരത്തെ തന്നെ ജി കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ അവരുടെ പക്കൽ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആ ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അവർ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചത് എന്നാണ് മുൻ ജീവനക്കാരികളായ ആ പെൺകുട്ടികളുടെ പരാതി. ഏതായാലും കേസ് അന്വേഷണം തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. വരും ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ നമുക്കതിൻ്റെ എന്താണ് നിജസ്ഥിതി എന്ന് അറിയാൻ കഴിയും.